ഇന്നലെ ബി.ജെ.പിയുടെ നേതാക്കന്മാർ എൻ്റെ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ടൊരു കേസും കൂടി കൊടുത്തിട്ടുണ്ട്. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. കേസൊന്നും ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ തന്നെ പിന്നെ എത്ര സപ്ലിമെൻറ്റുകളിലാണ് കേസിൻ്റെ പരസ്യം കൊടുക്കേണ്ടി വന്നതെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് RSSനെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ ബി.ജെ.പിക്കെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ കേസിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അത് ഈ രാജ്യത്ത് ഒരു അലങ്കാരമായി കൊണ്ടുനടക്കുന്ന ഒരു മതേതര ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എന്താ വിഷയം? അതായത് കഴിഞ്ഞ വർഷം ബി.ജെ.പി നടത്തിയ ഒരു നാടകമുണ്ടായിരുന്നു, സ്നേഹയാത്ര. അരമനകളിലേക്ക് അതുപോലെ തന്നെ ക്രിസ്ത്യൻ കുടുംബങ്ങളിലേക്കുമൊക്കെ നടത്തിയിരുന്നൊരു സ്നേഹയാത്രയുണ്ട്, പെസഹാപ്പവുമായിട്ട് പോകുന്നൊരു യാത്ര. എന്നാൽ ഈ വർഷം അത് നടത്തിയില്ല. ഈ വർഷം നടത്താതിരുന്നപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്, നിങ്ങൾ പെസഹാപ്പവുമായിട്ട് വന്നില്ലെങ്കിലും സാരമില്ല, പിച്ചാത്തിയുമായിട്ട് വരാതിരുന്നാൽ മതി എന്നൊരു പരാമർശം ഇന്നലെ ഞാൻ നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ കേസ് കൊടുത്തിരിക്കുന്നത്. ഇന്നലെ അഹമ്മദാബാദിലെ ഒഡാവിൽ ക്രൈസ്തവ ദേവാലയത്തിന് നേർക്ക് നടന്നത് എന്താണ്? ഞാൻ നാട്ടിൽ കലാപ ആഹ്വാനം നടത്തുന്നു എന്നാണ് പറഞ്ഞത്. എന്ത് കലാപാഹ്വാന? നിങ്ങൾ ചെയ്യുന്നൊരു ചെയ്ത്തിനെ പറ്റി പറഞ്ഞാൽ അത് കലാപാഹ്വാനാകുമെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയാണ് നടത്തേണ്ടത്. ഇന്നലെ അഹമ്മദാബാദിലെ ഒഡാവിൽ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ, ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാവും, ലോകത്തുള്ള മുഴുവൻ ക്രിസ്തീയ മതവിശ്വാസികളും ക്രിസ്തുദേവന്റെ കുരിശിലേറ്റത്തിന് ശേഷം അദ്ദേഹം ഉയർത്തെഴുന്നേറ്റതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വിശേഷമുള്ള ദിവസം, വിശ്വാസപരമായ ഏറ്റവും വിശേഷമുള്ള ദിവസം, ആ ദിവസം ഒരു ക്രൈസ്തവ ദേവാലയത്തിലേക്ക് ചെന്ന് ഒരു സംഘം RSSന്റെ ലേബലുള്ള അക്രമകാരികൾ പോയി അക്രമം അഴിച്ചുവിടുകയാണ്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അഹമ്മദാബാദിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ. ഒരു കേസെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇതൊക്കെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇവര് പറയുന്നത് ഞങ്ങൾ ഭയങ്കര ക്രിസ്ത്യൻ സ്നേഹമുള്ള ആളുകളാണ്. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്ന പാർലമെന്റിൽ ഒരു പ്രസംഗമുണ്ട്. വഖഫുമായി ബന്ധപ്പെട്ട് പ്രസംഗം നടത്താൻ നേരം പഞ്ചാബിൽ നിന്നുള്ള PCC അധ്യക്ഷൻ അമരീന്ദർ സിംഗ് രാജാബ്രാർ അദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട്. ഞാൻ ഈ വഖഫ് ബില്ലിനെ എതിർക്കുകയാണ്, ബി.ജെ.പിയുടെ പരിഷ്കാരത്തെ എതിർക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ന് നിങ്ങൾ മുസ്ലിങ്ങൾക്ക് നേരെ പോയി, നാളെ നിങ്ങൾ ക്രിസ്ത്യാനികൾക്ക് നേരെ പോയതിനു ശേഷം പിന്നെ വരാൻ പോകുന്നത് ഞങ്ങളുടെ ഗുരുദ്വാരകളിലേക്കാണ്. അത് തന്നെയാണ് എനിക്കും പറയാനായിട്ടുള്ളത്. ഇന്നവർ ഇസ്ലാമിക ദേവാലയങ്ങളിലേക്ക് പോകുന്നു, ഇന്ന് തന്നെ അവർ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് കേരളത്തിലൊഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും വലിയ രീതിയിൽ പോകുന്നു, നാളെ ഗുരുദ്വാരകളിലേക്ക് പോകും. അതിനുശേഷം ഹിന്ദു മതത്തിനകത്ത് ദളിതൻ തൊട്ട് ഉള്ള ആളുകളിലേക്ക്, RSSകാരല്ലാത്ത മുഴുവൻ ഹിന്ദുക്കളിലേക്കും ഇവർ അക്രമം അഴിച്ചുവിടും. ഒരു തർക്കവും വേണ്ട. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഈ ക്രിസ്ത്യൻ സ്നേഹമൊക്കെ പറയുന്ന ആളുകളോട് 2014 മുതൽ 2024 വരെ ഈ രാജ്യത്ത് ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും എതിരായിട്ട് നടന്ന കേസുകളുടെ എണ്ണം പറയാം, അക്രമങ്ങളുടെ എണ്ണം പറയാം. ഇത് ഒഫീഷ്യൽ രേഖയാണ്. രേഖപ്പെടുത്താതെ പോയത് പിന്നെ എത്രയോ എണ്ണം ഉണ്ട്. 2014 ഇന്ത്യയിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും നേർക്ക് 127 അതിക്രമങ്ങളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അത് 2024 എത്തുമ്പോൾ 834 ആവുകയാണ്. 2023 ഔദ്യോഗിക രേഖകൾ പ്രകാരം 734 ആയിരുന്നതാണ് ഇപ്പൊ 834 ആയത്. 2022 601 കേസുകൾ, 2021 505 കേസുകൾ, 2020 279 കേസുകൾ. ഓരോ വർഷം കഴിയുമ്പോഴും ഈ രാജ്യത്ത് ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും എതിരായിട്ടുള്ള അതിക്രമം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അതിക്രമം മാത്രമാണ് ഇവർ നടത്തുന്നത്. ഞാൻ ഏപ്രിൽ 4 ഒരു വാർത്ത വായിക്കാം. MHA cancels FCRA license of 3 major church related charity organizations. 6000-ലധികം ഇപ്പൊ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് FCRA ആണ്. വിദേശത്തു നിന്ന് ലഭിക്കുന്ന സഹായങ്ങളാണ്. എത്രയോ കാലമായി വളരെ നിയമപരമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ട്രാൻസാക്ഷൻസിലൂടെയാണ് ഈ രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞത്. നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾക്ക് ഈ വിദ്യാഭ്യാസപരമായ ഉന്നതി നാടിന് നൽകാൻ കഴിയുന്നത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ക്രിസ്ത്യൻ കുട്ടികൾ മാത്രമാണോ പഠിക്കുന്നത്? എല്ലാ ആളുകളും പഠിക്കല്ലേ? ആ വിദ്യാഭ്യാസ ഔന്നത്യം ഉണ്ടാകുന്നത് ഈ FCRA വഴിയാണ്. 6000-ലധികം ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുടെയാണ് ലൈസൻസ് കട്ട് ചെയ്തിട്ടുള്ളത്. ഈ അടുത്തിടയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ അസോസിയേഷൻ ഓഫ് വോളണ്ടറി ഹെൽത്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, ഇൻഡോ ഗ്ലോബൽ സോഷ്യൽ സർവീസ് സൊസൈറ്റി, ചർച്ച് ഓക്സിലറി ഫോർ സോഷ്യൽ ആക്ഷൻ, ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ അടക്കമുള്ള 5 സംഘടനകളുടെ ഈ മാസമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏപ്രിൽ മാസമാണ് 5 പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ സംഘടനകളുടെ FCRA ലൈസൻസ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ക്ഷേമ പ്രവർത്തനങ്ങൾ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ചെയ്തുകൊണ്ടിരുന്ന സംഘടനയാണ് കാരിത്താസ് ഇന്ത്യ.
ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കത്തോലിക്ക സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് കാരിത്താസ് ഇന്ത്യ. ആ കാരിത്താസ് ഇന്ത്യയുടെ FCR ലൈസൻസ് റദ്ദ് ചെയ്യണം എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിരിക്കുന്ന സംഘടനയുടെ പേര് നിങ്ങൾക്ക് അറിയാമോ? ലീഗൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഫോറം. എന്താണ് ഈ ലീഗൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഫോറം? കത്തോലിക്ക സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സേവന സംഘടനയായ കാരിത്താസ് ഇന്ത്യയുടെ ലൈസൻസ് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്ത സംഘടന RSS സംഘടനയാണ്. അവരുടെ പരാതി എന്താ അറിയോ? കത്തോലിക്ക സഭയുടെ കീഴിലുള്ള കാരിത്താസ് ഇന്ത്യയുടെ രാജ്യസുരക്ഷയ്ക്ക് അപകടമാണ്. ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയ പരാതിയിലാണ് പറഞ്ഞത്. കത്തോലിക്ക സഭ ഈ രാജ്യത്തിന്റെ രാഷ്ട്ര സുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഇന്നത്തെ ദിവസം വരെ ഭീഷണി ഉയർത്തിയിട്ടുള്ള ഒരു സംവിധാനമാണ്. എത്രയോ മനുഷ്യന്മാരെ സഹായിച്ചിട്ടുള്ള സംഘടനയാണ്. ഇനി നമ്മുടെ പാലക്കാടുണ്ടല്ലോ ഉദാഹരണം. എന്നിട്ട് ഇവർക്ക് ഈ കപട സ്നേഹം ഉണ്ടായത്? പാലക്കാട്ട് ചിറ്റൂരില് തത്തമംഗലത്ത് ക്രിസ്മസ് ആഘോഷം അലങ്കോലപ്പെടുത്താൻ പോയതാരാ? RSS പശ്ചാത്തലമുള്ള RSSന്റെ പ്രവർത്തകരല്ലേ? അപ്പൊ ഒരു വശത്തു കൂടി അതിശക്തമായി മണിപ്പൂരിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മണിപ്പൂർ പോലെ ഒരു സംസ്ഥാനത്ത് ഇത്ര രൂക്ഷമായ കലാപം ഉണ്ടായിട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ആ കലാപബാധിതരായ മനുഷ്യന്മാരെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ, ആശ്വസിപ്പിക്കുവാൻ ഒരു വാക്കുകൊണ്ടെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തയ്യാറായിട്ടുണ്ടോ? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.